ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഈ ചീനിച്ചട്ടിയിലേക്ക് ഇടുന്നത് ഐസ്ക്രീം അല്ല, നമ്മുടെ ഡെയിലി പാൽ മേടിക്കുമല്ലോ അതിൻ്റെ പാൽപ്പാട എടുത്ത് വെച്ചിരുന്നതാണ്. ഇതിപ്പം ഏകദേശം 1 മാസം കൊണ്ട് വാങ്ങുന്ന പാലിൻ്റെ പാടയുണ്ട്. ഡെയിലി ഇങ്ങനെ എടുത്ത് നമ്മൾ കളക്ട് ചെയ്ത് അത് അന്നേരം തന്നെ ഫ്രീസറിലോട്ട് അങ്ങ് വെക്കണം. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നതാണിത്. ഇതിപ്പം ഞാനെടുത്ത് ഡയറക്റ്റ് തന്നെ ചീനിച്ചട്ടിയിലേക്ക് ഇട്ടിരിക്കുവാണ്. അതല്ലെങ്കിൽ മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്താലും മതി. അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നെയ്യ് മാത്രമായിട്ട് മുകളിൽ പൊങ്ങി വരും. ഇതിപ്പം കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. ഇങ്ങനെ ഇട്ട് നമ്മൾ ഒരു പാടയിലെ ആ ഒരു ജലാംശം എല്ലാം വറ്റിച്ച് വറ്റിച്ച് ഇതുപോലെ ആക്കിയെടുക്കണം. ലാസ്റ്റ് നമ്മുടെ പാലിനകത്തിലെ ആ ഒരു കരട് അതിങ്ങനെ അടിഞ്ഞു വരും. ആ ഒരു കരട് നന്നായി മൂത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു നെയ്യ് തയ്യാറായെന്ന് അറിയുന്നത്. നല്ലൊരു മണമൊക്കെ വരും ആ ഒരു സമയത്ത്. ഇതുപോലെ നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെയ്യ് ഒരു കുപ്പിയിലോട്ട് അരിച്ചൊഴിച്ചെടുക്കാം. ഒട്ടും കെമിക്കലൊന്നും ചേരാത്ത ഈ ഒരു നല്ല ശുദ്ധമായ നെയ്യാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന നെയ്യാണ്. ഇതിപ്പം ഒരു 1/2 ലിറ്ററിൻ്റെ കുപ്പിയിലാണ് ഞാൻ ഈ നെയ്യ് ഒഴിച്ച് വെക്കുന്നത്. നമ്മളിതിപ്പം വെളിയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു 500-600 രൂപയുടെയൊക്കെ നെയ്യ് ഉണ്ടാവും. അത്രയും നെയ്യ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത് വലിയ കാര്യമല്ലേ.